അധികാരത്തിലെത്തിയതിന് പിന്നാലെ 4 വാർത്താ ചാനലുകളുടെ സംപ്രേഷണം തടഞ്ഞിരിക്കുകയാണ് ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള ടിഡിപി സർക്കാർ. TV9, NTV, 10TV, സാക്ഷി TV തുടങ്ങിയ ചാനലുകളുടെ പ്രവർത്തനം തടഞ്ഞുവെന്നാണ് ആരോപണം. വെള്ളിയാഴ്ച രാത്രി മുതൽ ഈ ചാനലുകളുടെ സംപ്രേഷണം കേബിൾ TV ഓപ്പറേറ്റേഴ്സ് നിർത്തിവെച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ സമ്മർദ്ദം മൂലമാണ് ചാനലുകളുടെ സംപ്രേഷണം പിൻവലിച്ചതെന്ന് YSRCP ആരോപിച്ചു. ഇത് സംബന്ധിച്ച് രാജ്യസഭാംഗം S. നിരഞ്ജൻ റെഡ്ഡി ട്രായ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. TDP സർക്കാരിന്റെ നിർബന്ധം മൂലമാണ് ആന്ധ്രാപ്രദേശ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഈ 4 ചാനലുകൾ സംപ്രേഷണം ചെയ്യുന്നത് ഒഴിവാക്കിയതെന്ന് റെഡ്ഡി ട്രായ്ക്ക് അയച്ച കത്തിൽ പറഞ്ഞു. YS ജഗൻമോഹൻ റെഡ്ഡിയുടെ കുടുംബത്തിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ചാനലാണ് സാക്ഷി. YSRCP അനുകൂല മാധ്യമങ്ങളായി വിലയിരുത്തപ്പെടുന്ന ചാനലുകളാണിത്. എന്നാൽ ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് തന്നെ ചാനൽ വിലക്ക് വന്നതായി പ്രാദേശിക കേബിൾ TV ഓപ്പറേറ്റർ പറയുന്നുണ്ട്. TDP സർക്കാർ അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം ഇത് 2ാം തവണയാണ് ഈ 4 ചാനലുകളുടെ സംപ്രേഷണം നിർത്തുന്നത്. TV9, NTV, സാക്ഷി TV എന്നിവ ആന്ധ്രയിലെ ഏകദേശം 60% പേരും കാഴ്ചക്കാരായുള്ള വാർത്താ ചാനലുകളാണ്. നിലവിൽ തടയപ്പെട്ട ചാനലുകൾ DTH പ്ലാറ്റ്ഫോമിൽ മാത്രമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ആന്ധ്രയിലെ TV പ്രേക്ഷകരിലാകെ 50% മാത്രമാണ് DTHനെ ആശ്രയിക്കുന്നത്. പുതിയ സർക്കാർ അധികാരത്തിലേറിയ ശേഷം ഈ 4 ചാനലുകൾ തടയാൻ ആന്ധ്രാപ്രദേശ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് മേൽ സമ്മർദ്ദമുണ്ടായിരുന്നതായി നിരഞ്ജൻ റെഡ്ഡി ആരോപിക്കുന്നുണ്ട്. എന്നാൽ TDPയോ സംസ്ഥാനത്തെ ഏതെങ്കിലും NDA നേതാക്കളോ ഒരു വാർത്താ ചാനലുകളും തടയാൻ ആർക്കും നിർദ്ദേശം നൽകിയിട്ടില്ലെന്നാണ് സർക്കാർ പറയുന്നത്. ഈ നിസാര കാര്യങ്ങളെക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ട ജോലികൾ സർക്കാരിന് ചെയ്യാനുണ്ടെന്നും ആന്ധ്രാപ്രദേശ് IT മന്ത്രി N. ലോകേഷ് നായിഡു പ്രതികരിച്ചു. നേരത്തെ ജഗൻമോഹൻ റെഡ്ഡി സർക്കാരിന്റെ കാലത്തും ഇത്തരത്തിൽ വാർത്താ ചാനലുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളതായി ചാനൽ എക്സിക്യൂട്ടീവിൽ ഒരാൾ പറഞ്ഞു. 2021 മെയ് മാസത്തിൽ TDP അനുകൂലമെന്ന് കരുതപ്പെടുന്ന തെലുങ്ക് വാർത്താ ചാനലുകൾ തടഞ്ഞിരുന്നു. YSRCP അധികാരത്തിലുണ്ടായിരുന്ന കാലത്ത് 3 ചാനലുകളെയാണ് നിയമസഭാ റിപ്പോർട്ടിംഗിൽ നിന്ന് ജഗൻമോഹൻ റെഡ്ഡി സർക്കാർ വിലക്കിയത്. ഈ വിലക്ക് പുതിയ സ്പീക്കറായി ചുമതലയേറ്റയുടൻ CH അയ്യണ്ണ പത്രുഡു നീക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് കീഴിൽ മാധ്യമങ്ങൾ വേട്ടയാടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു സ്പീക്കറുടെ ഈ നടപടി. ഇതിന് പിന്നാലെയാണ് YSRCPക്ക് അനുകൂലമെന്ന് വിലയിരുത്തപ്പെടുന്ന ചാനലുകൾക്ക് അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്.